Welcome back to TCS EDUWORLD YouTube channel. ഞാൻ ഇന്ന് ഗോതമ്പർഗിലുള്ള ബെക്കബോൾ എന്ന സ്ഥലത്തുള്ള ഇക്കയിലാണ് നിൽക്കുന്നത്. അപ്പം ഇക്കയിൽ എന്തൊക്കെ കിട്ടും എന്നൊന്ന് കാണിക്കാൻ തന്നെയാണ്. കാരണം ബേസിക്കലി എനിക്ക് കുറേ സ്റ്റുഡൻസിൻ്റെ റെസ്പോൺസ് വരുന്നത് വെച്ചാൽ നമ്മൾ എന്തൊക്കെയാണ് വാട്ട് ടു പാക്ക് എന്ന രീതിയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ എന്താണ് കൊണ്ടുവരേണ്ടത് എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ശരിക്കും ഇവിടെ വളരെ ചീപ്പായിട്ട് കിട്ടും. നമ്മൾ നാട്ടിൽ നിന്നെല്ലാം കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അപ്പോൾ അതൊന്ന് കാണിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഞാൻ ഇന്ന് ഈ വ്ലോഗ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഈ ഫ്രൈയിങ് പാൻ പോലുള്ള കാര്യങ്ങൾ ഇവിടെ നല്ല രീതിയിൽ അവൈലബിൾ ആണ്. ആക്ച്വലി ഇവർക്ക് ഈ 99 ക്രോൺസിൻ്റെ വലിയൊരു കടായി ഉണ്ടായിരുന്നു പണ്ട്, പക്ഷേ ഇപ്പോൾ ഒരു സ്റ്റോപ്പ് ചെയ്തു. നോർമലി സ്റ്റുഡൻസ് ബേസിക്കലി യൂസ് ചെയ്യുന്ന സാധനം അതായിരുന്നു. പക്ഷേ എന്നിരുന്നാലും നമുക്ക് ഒരുപാട് കടായിസ് അല്ലെങ്കിൽ ഫ്രൈയിങ് പാൻസ് ഇവിടെ അവൈലബിൾ ആണ്. അപ്പം ഈ വോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ യൂട്ടൻസിൽസ് എല്ലാം നിങ്ങൾക്ക് കാണാം. ഞാൻ പറയുകയാണെങ്കിൽ പ്രഷർ കുക്കർ ഇവിടെ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ ഇന്ത്യൻ സ്റ്റൈലോ പ്രഷർ കുക്കർ അല്ലാത്തത് കൊണ്ട് മാത്രം പ്രഷർ കുക്കർ വേണമെങ്കിൽ വാങ്ങിച്ചോളൂ. അല്ലാണ്ട് ഇതുപോലുള്ള കാര്യങ്ങൾ ഇപ്പം സ്പാച്ചുലാസ് കാര്യങ്ങളെല്ലാം ഇവിടെ ഇഷ്ടംമാതിരി ഉണ്ട്. ഭയങ്കര ചീപ്പ് പ്രൈസുമാണ്. അപ്പം ഇതല്ല ഈ കാണുന്നതല്ല അതിൻ്റെ പ്രൈസ് വേറെയാണ്, സെക്ഷൻ വേറെയാണ്. ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെയൊക്കെ ഇവിടുത്തെ കാര്യങ്ങൾ. ഇത് ഹീറ്റ് പാഡാണ്. ഇപ്പോൾ ഹീറ്റ് പാഡ് സഹിതം അവൈലബിളാണ് ഇവിടെ. അത് കഴിഞ്ഞ് നമ്മൾ ഈ ഒരു സെക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ കിച്ചൺ ക്ലീനിങ് എക്യുപ്മെൻറ്റ്സ് ആണ് ഉള്ളത്. ബ്രഷ് കാര്യങ്ങൾ അല്ലാണ്ട് ഇത് നിങ്ങൾക്ക് കോമൺ ഹൗസിംഗ് ആണ് കിട്ടുന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ മിക്കവാറും കോമൺ ഹൗസിങ്ങിൽ തന്നെ ബേസിക് കമ്മ്യൂണിറ്റീസ് ആയിട്ട് അവിടെ തന്നെ കാണും. സോ ഒന്നും വാങ്ങിക്കണമെന്ന് പറയില്ല. അതൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തായാലും അറിയാമല്ലോ. തീർച്ചയായിട്ടും നമ്മൾ നേരെ ഇക്കയിലേക്കല്ലല്ലോ പോണത്, വീട്ടിലേക്കായിരിക്കും ആദ്യം പോകുന്നത്. സോ സ്ട്രെയിനേഴ്സ്, റൈസ് സ്ട്രെയിനർ, ടിഫിൻ ബോക്സസ് ഉണ്ട് കാണാം. ബേക്കിംഗ് പ്ലേറ്റ്സ് ഉണ്ട്. കിച്ചൺ ടവൽ സെക്ഷനാണിത്. 9 ക്രോൺസൊക്കെയാണ് ഇതിൻ്റെ വരുന്നത്. ഓക്കെ, ഇത് പ്ലാസ്റ്റിക്കാണ്. അപ്പോൾ ഇതിൻ്റെ പ്ലാസ്റ്റിക് അല്ലാതെ ഗ്ലാസ് നമുക്ക് വരുന്നുണ്ട്. ഗ്ലാസിൻ്റെ സെൻസ് ബാക്ക് ലൈറ്റ് വരുന്നുണ്ട്, അല്ലെങ്കിൽ സെറാമിക് വരുന്നുണ്ട്. അതിനും വിലക്കുറവാണ്. നമുക്ക് ഇത് ആക്ച്വലി ഡോ റോളറാണ്, പിസ്സ ഡോ റോളറാണ്. പക്ഷേ അല്ലെങ്കിൽ വേറെ ഡോ എടുക്കുന്ന റോളറാണ്. സ്റ്റിൽ നമുക്ക് ചപ്പാത്തി പരത്താൻ ഇതിന് ഉപയോഗിക്കാം. അപ്പോൾ അതിന് പോലും നമുക്ക് ശരിക്കും പറഞ്ഞ സാധനങ്ങളൊന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ഇത് ബേക്കിംഗ് ആണ്, ബേക്കിങ്ങിൻ്റെ സെക്ഷനാണ്. ഇതാണ് നമ്മുടെ ഞാൻ പറഞ്ഞ സ്പാച്ചുല സെക്ഷൻ വരുന്നത്. വിസ്ക്, ചീസ് റോളർ അല്ലെങ്കിൽ ചീസ് കട്ടർ, വുഡൻ ആയിട്ടുള്ള സാധനങ്ങൾ, ഇതിനെല്ലാം ചീപ്പാണ് ആക്ച്വലി. നമ്മളിതൊന്നും നാട്ടിൽ നിന്ന് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ. ഇവിടെ നല്ല സാധനങ്ങൾ കിട്ടുന്നുണ്ട്. നമ്മുടെ വെജിറ്റബിൾ ഗ്രേറ്ററാണ്. ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഓവനിൽ മൈക്രോവേവിൽ ഫുഡ് വെക്കാൻ സമയത്ത് ഒന്ന് ടോപ്പ് ചെയ്യും നമ്മൾ. കാരണം സ്മെല്ല് പുറത്തേക്ക് പോയിരിക്കാൻ. അല്ലെങ്കിൽ മൈക്രോവേവ് മെയിനായിട്ട് കോമൺ മൈക്രോവേവ് ആണ്. സ്റ്റുഡൻറ്റ്സ് ആകുമ്പോഴത്തേക്ക് മിക്കവാറും കോമൺ സ്പേസ് യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ കാണും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ സാധനമാണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യണത്. കാരണം നമ്മുടെ ഫുഡിൻ്റെ സ്മെല്ല് പുറത്തേക്ക് പോകില്ല. അപ്പോൾ മെയിനായിട്ട് നൈഫ് സെക്ഷനാണ്. നല്ല നൈഫുണ്ട് ഇവിടെ. കുറച്ച് കോസ്റ്റ്ലിയാണ് നൈഫ്, പക്ഷേ നല്ല നൈഫ് കിട്ടും. കട്ടിംഗ് ബോർഡ്സ്, ഇത് ആക്ച്വലി നൈഫ് ഷാർപ്പനേഴ്സ് ആണ്. ഇതും നൈഫ് ഷാർപ്പനർ തന്നെയാണ്. കാണാം. എല്ലാം മേക്കിംഗ് പ്ലേറ്റ്സും ഇത് കട്ടിംഗ് ബോർഡ്സ്, വുഡൻ കട്ടിംഗ് ബോർഡ്സും കാര്യങ്ങളാണ്. നമ്മൾ ഓൾറെഡി കണ്ടതാണ് ഇതൊക്കെ. ഈ കട്ടിംഗ് ബോർഡിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഇതൊക്കെ ചീപ്പായിട്ടുള്ള കട്ടിംഗ് ബോർഡ്സാണ്. 30 ക്രോൺസിൻ്റെ റേറ്റേ വരുന്നുള്ളൂ. അപ്പോൾ അങ്ങനത്തെ കട്ടിംഗ് ബോർഡ്സും ഉണ്ട് ഇവിടെ. പിന്നെ ഈ ഷീറ്റ്സും ഉണ്ട്. ഈ ഷീറ്റ്സ് വന്നിട്ട് 2 19 ക്രോൺസ് വരുന്നത്. ഇതും ആക്ച്വലി കട്ടിങ് തന്നെയാണ്, ഷീറ്റാണെന്നേ ഉള്ളൂ. അപ്പം ഇത്രയും ഡ്യൂറബിൾ ആയിരിക്കില്ല, ബട്ട് സ്റ്റിൽ ഷീറ്റ്സ് ഉണ്ട്. ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. നമ്മളിതൊന്നും നാട്ടിൽ കൊണ്ടുവരേണ്ട ഒരു ആവശ്യമില്ല. കോമൺ ആയിട്ടുള്ള മഗ്ഗുകളൊക്കെയാണ്. നമുക്ക് 9 ക്രോൺസ് തൊട്ട് മഗ്ഗൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. കോഫി മഗ്ഗ്, ഓഫ് കോഴ്സ് സ്വീഡൻ ഒരു കോഫി കൺട്രിയാണ്. സ്വീഡ്സ് ലവ് കോഫി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മഗ്ഗ് ഞങ്ങളുടെ ഇവിടെ തന്നെ കിട്ടും. അതൊന്നും ചുമക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ ഇതൊക്കെ കോഫി പ്രസ്സാണ്. എനിക്കൊന്ന് ഫ്രഞ്ച് കോഫി പ്രസ്സാണെന്ന് തോന്നുന്നത്, ഓർമ്മയില്ല.
അത് കഴിഞ്ഞ് വന്നാൽ നമുക്കിതൊക്കെ കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള പ്ലേറ്റ്സാണ്. കോസ്റ്റ്ലി ആസ് കമ്പാരിറ്റീവ്ലി ഇത് 4 100 ക്രോൺസ് എന്ന് പറയുമ്പോൾ 800 രൂപ ആവുന്നുള്ളൂ. പക്ഷേ നമുക്ക് അതുപോലെ തന്നെ നമുക്ക് ചീപ്പായിട്ടുള്ള പ്ലേറ്റ്സ് ഉണ്ട്. ഇതല്ല, ഇത് കഴിഞ്ഞ് വരുന്ന ഈ സെക്ഷൻ വരുമ്പോഴത്തേക്ക് ചീപ്പാണ്. ഇതെല്ലാം അങ്ങനെ ചീപ്പാണ്. ഇത് 9 ക്രോൺസാണ് ഇതിനുള്ളത്. ഈ ഒരു ബൗളിന് 9 ക്രോൺസ് അല്ലെങ്കിൽ ഐ മീൻ ഈ ബൗളിനല്ല, ഈ പ്ലേറ്റ് ചെറിയ പ്ലേറ്റിന് 9 ക്രോൺസും ഈ ബൗളിന് 15 ക്രോൺസും. 15 ക്രോൺസ് ആകുമ്പോൾ ഏകദേശം 120 രൂപ അത്രേ വരുന്നുള്ളൂ. നമ്മുടെ നാട്ടിൽ ഈ പൈസ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ. നല്ല സാധനമാണെങ്കിൽ ഇതൊക്കെ നല്ല സാധനങ്ങളാണ്, ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ്. അപ്പോൾ IKEA ആയതുകൊണ്ടും പൈസ കുറവായതുകൊണ്ട് ക്വാളിറ്റി ഇല്ലെന്നല്ല, തീർച്ചയായിട്ടും ക്വാളിറ്റിയുള്ള സാധനങ്ങൾ തന്നെയാണ് ഇവിടെ കിട്ടുന്നത്. അപ്പം ഗ്ലാസസും എല്ലാം ഇവിടെ തന്നെ അവൈലബിളാണ്. ഞാൻ ഈ സെക്ഷനൊക്കെ കൂടുതൽ കാണിക്കുന്നത് നമുക്ക് നോർമലി ഫാമിലീസ് വരാറുണ്ട്. ഫാമിലീസ് വരുമ്പോഴത്തേക്ക് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ ആൻസറുകളാവുമല്ലോ എന്ന് വെച്ചിട്ടാണ്. ഇത് വലിയതിനും 15 തന്നെയാണ്. ഇങ്ങനത്തെ ബോൾസ് ഉണ്ട് ഇവിടെ. അത് കഴിഞ്ഞാൽ ഇത് കട്ട്ലറീസ് നമുക്ക് നോക്കാം. കട്ട്ലറീസ് ഉണ്ട്, നമുക്ക് കാണാം കട്ട്ലറീസ്. ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് പ്ലേറ്റ്സ് ഉണ്ട്. നമ്മളുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് നമ്മൾ എക്കണോമിക്കലി എത്ര സ്ട്രോങ് ആണോ നമുക്ക് അത്ര രീതിയിൽ ആ രീതിയിൽ ഷോപ്പ് ചെയ്യാം. അതാണ് IKEA ഓഫർ ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം. അതായത് ഏതൊരാൾക്കും ഒന്ന് ഷോപ്പ് ചെയ്യണം എന്നുള്ള ഒരു മോട്ടോ ആണ് അവർക്കുള്ളത്. ഇതൊരു IKEA പ്രൊമോഷണൽ വീഡിയോ ഒന്നുമല്ല. നമുക്ക് എന്താണ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതെന്ന് എനിക്ക് ശരിക്കും പറഞ്ഞാൽ അറിയില്ല. ഐ മീൻ അതർ ദാൻ എഡ്യൂക്കേഷൻ. ഇതിലെന്താണ് നിങ്ങൾ നോക്കുന്നതെന്ന് വെച്ചാൽ എനിക്ക് വരുന്ന ക്വയറീസിൽ നിന്ന് എനിക്ക് തോന്നുന്ന കുറച്ച് തോട്ട്സിൽ നിന്നാണ് ഞാനിപ്പോൾ IKEA ഷൂട്ട് ചെയ്യാൻ വന്നത്. ഓക്കെ, അത്രയേ ഉള്ളൂ. ബേസിക്കലി പറഞ്ഞാൽ അത്രയേ ഉള്ളൂ കാര്യങ്ങൾ. ഇപ്പോൾ പില്ലോ പോലത്തെ കാര്യങ്ങളുണ്ട് ഇവിടെ. അപ്പോൾ പില്ലോ റേറ്റ് കുറവാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഒരു 100 ക്രോൺസിനൊക്കെ നല്ല പില്ലോ കിട്ടും. അപ്പോൾ അതിലേക്ക് അറിഞ്ഞുള്ള പില്ലോ എന്ന് പറയുമ്പോഴത്തേക്ക് ഓഫ് കോഴ്സ് നമ്മുടെ നാട്ടിലെ പോലെ പില്ലോ ആയിരിക്കില്ല, കുഷ്യൻസ് ആയിരിക്കും ബേസിക്കലി. കാണാം പല ടൈപ്പിലുള്ള ഷോൾസ് ആയാലും എല്ലാം ഉണ്ട്. പല കളറിലുള്ള പല തരത്തിലുള്ള പില്ലോസ് ഉണ്ട്. വില നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന എനിക്ക് അറിയാൻ വയ്യ. ഉണ്ട്, കാണാം, വില കാണാൻ പറ്റുന്നുണ്ടല്ലോ. അതെ, ഇതാണ് ഞാൻ പറഞ്ഞ ചെറിയ പില്ലോസ് സെഷൻ, കുഷൻ സെഷൻ. അപ്പോൾ ഇതും ഞാനൊക്കെ ആക്ച്വലി ഇതായിരുന്നു ആദ്യം യൂസ് ചെയ്തിട്ടുള്ളത്. ഐ മീൻ എൻ്റെ കയ്യിൽ ഒരു വലിയ പില്ലോ ഉണ്ടായിരുന്നു, ഇവിടെ തന്നെ വാങ്ങിയ വലിയ പില്ലോ. അതിൻ്റെ കൂടെ ഇത് വെച്ചായിരുന്നു ഞാൻ എൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്തിരുന്നത്. പക്ഷേ നിങ്ങൾ കാണാം ഇവിടെ നമ്മുടെ വലിയ പില്ലോയ്ക്കും വലിയ റേറ്റൊന്നുമില്ല. 70 ക്രോൺസിന് വലിയ പില്ലോ ഉണ്ട്. ഇതൊക്കെയാണ് നോർമലി നമ്മൾ യൂസ് ചെയ്യുന്നൊരു പില്ലോ. അപ്പോൾ അതിൻ്റെ കവർ മാത്രം മതി. പിന്നെ ബെഡ്ഷീറ്റ്സും കവേഴ്സും ഇതുപോലെ തന്നെ വില കുറച്ച് തന്നെ കിട്ടും. നിങ്ങൾ കാണാം ഇവിടെ. അതേപോലെ തന്നെ ടൂൾ ബോക്സ് ഉണ്ട്. അപ്പോൾ ഇതൊന്നും നമുക്കിപ്പോൾ അതിന് വേണ്ടി വരില്ല, ഫാമിലീസിന് വേണ്ടി വരും. അല്ലാതെ സ്റ്റുഡൻസ് എല്ലാവരും അതിൻ്റെ ഒന്നും ആവശ്യമില്ല. സ്റ്റിൽ ബ്ലൈൻഡ്സ് കാര്യങ്ങൾ ഇതൊക്കെ തീർച്ചയായിട്ടും വന്നതിന് ശേഷമുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇതിനെപ്പറ്റി നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് വരുമ്പോൾ പാക്ക് ചെയ്യേണ്ട ആവശ്യങ്ങളില്ല ഇതിനെപ്പറ്റി. പക്ഷേ ബട്ട് സ്റ്റിൽ ഇതെല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ഇതിപ്പോൾ ഞാൻ കാണിക്കേണ്ട കാര്യമില്ല, നിങ്ങൾ IKEA വരുമ്പോൾ എന്തായാലും കാണും, അതെനിക്കറിയാൻ വേണ്ടല്ല. ഇതൊക്കെ കർട്ടൻ സെക്ഷനാണ്, കർട്ടൻസിൻ്റെ സെക്ഷനാണ്. അതുകൊണ്ട് അത് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. എന്തെങ്കിലും ടോയ്ലറ്ററി സെഷനിലേക്കാണ്. ഇപ്പം മാറ്റ് കാര്യങ്ങളുണ്ട്, ടോയ്ലറ്റ് മാറ്റ്സാണ്, അല്ലാണ്ട് യൂസ് ചെയ്തിരിക്കാം തീർച്ചയായിട്ടും. ഇവരിപ്പോൾ കുറേ ഇന്ത്യയിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നൊക്കെ ഒരുപാട് പ്രൊഡക്ട്സ് എടുക്കുന്നുണ്ട്. മെയിനായിട്ട് ക്ലോത്ത്സും പിന്നെ എന്താ പറയുക ജൂട്ടിൻ്റെ പ്രൊഡക്ട്സ് അതൊക്കെ ഇപ്പം എടുക്കുന്നുണ്ട്. എനിക്കൊന്ന് ഇവിടെ ഒരു ജൂട്ട് സെക്ഷൻ കാണണം, നമുക്ക് നോക്കാതെ എന്നൊരു കാണുമായിരിക്കും. ബാർ ടവൽസ്, ടോയ്ലറ്റ് ടവൽസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ, നമുക്ക് കാണാം. അതേപോലെ തന്നെ ടോയ്ലറ്റിൻ്റെയൊക്കെയുള്ള ബാക്കിയുള്ള
എന്താ പറയുക, ടവല് മാത്രമല്ല ക്ലീനിങ് എക്യുപ്മെൻറ്റ്സ് കാണുന്നുണ്ട്. ബാത്ത്, ഷവർ കർട്ടൻസ് ഉണ്ട്, മിറേഴ്സ്, ഇത് ഡസ്റ്റ്ബിന്നാണ്, ടോയ്ലറ്റ് സീറ്റ്സ്. അങ്ങനെ ഇത് കിഡ്സ് സെക്ഷനാണ്. അപ്പോൾ ഇത് കിഡ്സിൻ്റെ സാധനങ്ങളാണ് മെയിനായിട്ട് വരുന്നത്. ടോയ്ലറ്റ് എക്യുപ്മെൻറ്റ്സും പിന്നെ ചെറിയ സ്റ്റൂള് കാര്യങ്ങളൊക്കെ. അത് കഴിഞ്ഞത് ഹാങ്ങേഴ്സ് വരെ ഉണ്ട് ഇവിടെ. ഹാങ്ങേഴ്സിന് 10 എണ്ണത്തിന് 19 ക്രോൺസാണ് വരുന്ന റേറ്റ്. അപ്പം ഇതൊന്നും നമ്മൾ നാട്ടിൽ നിന്ന് വാങ്ങിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഇവിടെ ഹാങ്ങേഴ്സ് സഹിതം കിട്ടും. റോളറുണ്ട്, ഇവിടെ റോളേഴ്സ് ഉണ്ട്. ഇതെന്ന് വെച്ചാൽ നമ്മൾ ഡ്രസ് റോളറാണ്. ഇത് ഈ കോട്ടൺ ക്ലോത്ത്സിലൊക്കെ വരുന്ന നൂല്, പൊങ്ങിയിരിക്കുന്ന നൂല്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റോളിനകത്ത് കയറി പോയിക്കോളും. ആ റോളറാണ് ഈ റോളറ്. പിന്നെ ഇതൊക്കെ ഈ എന്താ പറയുക, ഹാങ്ങേഴ്സ് തന്നെയാണ്. ഇതല്ല ഈ ചെയർ പോലും, ഇത് ചെയറല്ല ആക്ച്വലി, ഇത് ഹാങ്ങറാണ്. തിരിച്ച് വെക്കും. തിരിച്ച് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വോൾ ഇവിടെ വരാൻ നേരത്ത് വെക്കുമ്പോഴത്തേക്ക് ഇവിടെ നമുക്ക് ഹാങ് ചെയ്യാം. ആ ഒരു സെറ്റപ്പാണത്. ഇവിടെ വലിയ ടൂൾ സെക്ഷൻ ഉണ്ട്. അത് കഴിഞ്ഞ് വോൾ ഹാങ്ങിങ്സ് വേറെ കിടപ്പുണ്ട്. സ്റ്റോറേജ് ബോക്സസ് ഉണ്ട്. ബേറ്റിന് വേണ്ട കാര്യങ്ങൾ സെക്ഷൻ നമ്മൾ കഴിഞ്ഞു. ഇനി ഇങ്ങോട്ട് കുറച്ചും കൂടെ സ്റ്റോറേജ് പോലത്തെ കാര്യങ്ങൾ തന്നെയാണ്. അപ്പം കാണാം. അതുപോലെ ഇതാണ് ഞാൻ പറഞ്ഞ ജൂട്ട് സെക്ഷൻ. ഈ ജൂട്ട് സെക്ഷനൊക്കെ ഏഷ്യ എന്നുള്ള സാധനങ്ങളാണ്. എനിക്ക് തോന്നുന്നത്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ബംഗ്ലാദേശിയാണ് ഇതെല്ലാം. ഇവിടെ വലിയ ടൂൾ സെക്ഷൻ ഉണ്ട്. അത് കഴിഞ്ഞ് വോൾ ഹാങ്ങിങ്സ് വേറെ കിടപ്പുണ്ട്. സ്റ്റോറേജ് ബോക്സസ് ഉണ്ട്. ബേറ്റിന് വേണ്ട കാര്യങ്ങൾ സെക്ഷൻ നമ്മൾ കഴിഞ്ഞു. ഇനി ഇങ്ങോട്ട് കുറച്ചും കൂടെ സ്റ്റോറേജ് പോലത്തെ കാര്യങ്ങൾ തന്നെയാണ്. അപ്പം കാണാം. അതുപോലെ ഇതാണ് ഞാൻ പറഞ്ഞ ജൂട്ട് സെക്ഷൻ. ഈ ജൂട്ട് സെക്ഷനൊക്കെ ഏഷ്യ എന്നുള്ള സാധനങ്ങളാണ്. എനിക്ക് തോന്നുന്നത്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ബംഗ്ലാദേശിയാണ് ഇതെല്ലാം. അങ്ങനെയുള്ള ഫ്ലവറിങ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് പറ്റിയ സെക്ഷനാണിത്. സ്പൈറൽ ബാമ്പു പോലെയുള്ള ചെടികളും ഒക്കെ ഉണ്ട് ഇവിടെ. അതിനുള്ള പോട്ട്സ്, ചെടികൾ പല ടൈപ്പുള്ള ചെടികളുണ്ട്. ഇതിപ്പോൾ അലോവേറയാണ്. പിന്നെ എനിക്ക് എല്ലാത്തിൻ്റെയും പേരറിയില്ല. ആക്ച്വലി ഇവിടെ എക്സോട്ടിക് പ്ലാന്റ്സും ഇവിടെ തന്നെ ഉണ്ട്. അതായത് മോൺസ്റ്റർ പോലത്തുള്ള എക്സോട്ടിക് പ്ലാന്റ്സും ഇവിടെ അവൈലബിൾ ആണ്. ആൾക്കാരുള്ള കാരണം ഞാൻ അങ്ങനെ ഫേസ് ഷൂട്ട് ചെയ്യുന്നില്ല. പ്രൈവസി എന്നൊരു സംഭവം ഉണ്ടല്ലോ, അത് കാരണം ഫേസ് ഷൂട്ട് ചെയ്യുന്നില്ല. പിന്നെ ലൈവ് പ്ലാന്റ്സ് മാത്രമല്ല, പ്ലാസ്റ്റിക് പ്ലാന്റ്സ് അല്ലെങ്കിൽ ഫേക്ക് പ്ലാന്റ്സും ഉണ്ട്. ഉണ്ടല്ലേ. നമ്മളപ്പോൾ ഇന്ന് IKEA വ്ലോഗ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം എന്തായാലും ഇന്ന് പറഞ്ഞ കാര്യത്തെ പറ്റി ഞാൻ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ IKEAയിൽ എന്താണ് IKEAയിൽ കിട്ടുന്നത് നിങ്ങൾ കണ്ടു കാണും. അപ്പോൾ ഞാൻ ഇന്ന് ആക്ച്വലി കുറച്ച് ഷോർട്ടായിട്ട് എടുത്തത്, കാരണം എനിക്ക് കുറച്ച് തിരക്കുണ്ട്. അപ്പോൾ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൂടുതൽ കാര്യങ്ങളായിട്ട് അടുത്ത എപ്പിസോഡ് വീണ്ടും കാണാം.